നല്ലവനും വിശ്വസ്തനുമായ ത്രിയേക ദൈവത്തിന് വാഴ്വുകൾ. ബഹുമാന്യരായ കർത്താവിന്റെ ദാസന്മാർക്കും ക്രിസ്തുവേശുവിൽ എൻ്റെ വാത്സല്യ സഹോദരങ്ങൾക്കും ശ്രീ യേശുനാഥന്റെ നാമത്തിലുള്ള വന്ദനങ്ങൾ. ഒരുമിച്ചുള്ള ആത്മീയ കൂട്ടായ്മ നമ്മുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നമ്മൾ അധികം ശക്തിയോടെ ബലപ്പെടേണ്ടതിന് കാരണമാകട്ടെ. നമ്മുടെ ജഡത്തിലും ആത്മാവിലുമുള്ള കന്മഷങ്ങളൊക്കെ കഴുകിക്കളയുന്നതിന് നമ്മുടെ ഒരുമിച്ചുള്ള ആത്മീയ സംഗമം മുഖാന്തരമാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമന്ന് നമ്മെ വഴി നടത്തുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഒരിക്കലും നമ്മെ കൈവിടാതെ കരം പിടിച്ച് മാറോടണച്ച് തോളിലേറ്റി നാം എത്തേണ്ട തുറമുഖത്ത് നമ്മെ എത്തുമാറാക്കുന്നവനാണല്ലോ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് കണ്ണും കാതും കരവും കാലും ഒക്കെയായി ദൈവം നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ കാഴ്ചകൾ നമ്മുടെ ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ, നമ്മുടെ കേൾവികൾ കർത്താവിൻ്റെ ചെവികളിലൂടെ. ആ നിലയിലായാൽ നമുക്ക് ഈ ലോകത്തിൽ അന്ധതയും അതുപോലെ ബധിരതയും ഒന്നുമില്ലാത്തവരായി മുൻപോട്ട് ജയകരമായ ജീവിതം നയിപ്പാൻ സാധ്യമാകും. അതിന് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. നമുക്കൊരുമിച്ച് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. നമ്മൾ പഠിച്ചു വരുന്ന ദൈവവചന ഭാഗം ഇപ്പോഴും ചുമയുടെയും മറ്റും അല്പം അസ്വസ്ഥതകളുണ്ട്. ദയവായി ക്ഷമിക്കുകയും സഹകരിക്കുകയും ചെയ്യുമല്ലോ. അതിൻ്റെ ഇടയ്ക്ക് ശ്വാസം ഒന്ന് കൂടുതൽ എടുത്താലോ ഒലിച്ചാലോ ഒക്കെ അല്പം അസ്വസ്ഥതയുണ്ട്. ദൈവമക്കൾ ക്ഷമിക്കുമല്ലോ. എബ്രായ ലേഖനം 2-ാമത്തെ അധ്യായത്തെ അധികരിച്ചുകൊണ്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 2-ാമത്തെ അധ്യായം 8 വരെയുള്ള വാക്യങ്ങളിൽ, 5 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങളിൽ ആദാമ്യവർഗത്തെ പറ്റി കാണുന്നു. അവരുടെ വീഴ്ചയ്ക്ക് മുൻപ് ദൈവം ആഗ്രഹിച്ച് അവരെ ആക്കി വെച്ചതും വീഴ്ചയ്ക്ക് ശേഷം അവർ ചെന്ന് നിപതിച്ചതുമായ 2 എക്സ്ട്രീമുകൾ, 2 വ്യത്യസ്തമായ നിലകൾ, വളരെ ഉന്നതികളിൽ നിന്ന് പാപം നിമിത്തം അവര് നിപതിച്ചുപോയ, വീണുപോയ അവസ്ഥ. എന്നാൽ അവിടം കൊണ്ട് വേദപുസ്തകം അവസാനിക്കുന്നില്ല. മനുഷ്യന്റെ വീഴ്ച കൊണ്ട് ദൈവിക പദ്ധതികൾ തീരുന്നില്ല. ദൈവം തൻ്റെ പുത്രനെ മനുഷ്യവേഷത്തിൽ ഈ ലോകത്തിലേക്ക് അയച്ചു. 9-ാം വാക്യം മുതൽ നാം അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കതിൽ വളരെ സന്തോഷവും അഭിമാനവുമുണ്ട്.
സ്തോത്രം. മനുഷ്യന്റെ വീഴ്ച ആത്യന്തികം ആയിരുന്നില്ല. ഹ്യൂമൻ ഫോൾ വാസ് നോട്ട് അൾട്ടിമേറ്റ് ആൻഡ് ഫൈനൽ. ഗാഡ് ഡിഡ് നോട്ട് സ്റ്റോപ്പ് there. ദൈവം അവിടെ നിർത്തിയില്ല. ദൈവം അവിടെ ഉപേക്ഷിച്ചില്ല, അവസാനിപ്പിച്ചില്ല. പകരം ദൈവം തന്റെ പദ്ധതി തുടർന്നുകൊണ്ടേയിരുന്നു. സർവജ്ഞാനിയായ ദൈവത്തിന്റെ നമ്മൾ പഠിച്ചിട്ടുള്ളതുപോലെ അനാദി നിർണയങ്ങളുടെ രൂപീകരണം നടത്തി അതിനെ കാലത്തിന്റെ ചക്രത്തിലൂടെ നിവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ യാത്രയിലാണ് നാം ഇപ്പോൾ. സ്തോത്രം. അതിലെ ഏറ്റവും പ്രധാന ചരിത്ര വസ്തുതകൾ കാണുവാൻ അല്ലെങ്കിൽ അറിയുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നു. ആ രണ്ട് പ്രധാനപ്പെട്ട ചരിത്ര വസ്തുതകളാണ് ദൈവത്തിന്റെ അനാദി നിർണയം, ചരിത്രമായി മാറിയ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങൾ നമുക്കറിയാം. ഒന്ന് പറഞ്ഞു വിടാമോ? ദൈവത്തിന്റെ അനാദി നിർണയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ചരിത്ര സംഭവങ്ങൾ. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിപ്പിച്ചു. വെരി ഗുഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കന്യകാ ജനനം. രണ്ടാമത്തേത് എളുപ്പമാണ്. ഇനി ക്രൂശുമരണവും ഉയർത്തെഴുന്നേൽപ്പും. ക്രൂശുമരണവും ഉയർത്തെഴുന്നേൽപ്പും. അപ്പോൾ ദൈവത്തിന്റെ അനാദി നിർണയങ്ങളുടെ ചാരിത്രിക പൂർത്തീകരണം നമ്മൾ കണ്ടു. പഴയ നിയമ ഭക്തന്മാർക്ക് ലഭിക്കാതിരുന്ന ഒരു ഭാഗ്യമാണ് നമുക്ക് ദൈവം നൽകിയത്. സ്തോത്രം. അപ്പോൾ ദൈവം തൻ്റെ പദ്ധതി ഉപേക്ഷിച്ചില്ല. ദൈവത്തിൻ്റെ പദ്ധതികളെ തകിടം മറിക്കുവാൻ മനുഷ്യന്റെ പാപത്തിനും പിശാചിന്റെ പ്രലോഭനങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല, കഴിയുകയുമില്ല. നമ്മുടെ ദൈവത്തിൻ്റെ സർവശക്തിയിൽ ഉള്ള നമ്മുടെ ആശ്രയവും നമ്മുടെ വിശ്വാസവും ഉറപ്പുമാണത്. സ്തോത്രം. ദിസ് ഈസ് അവർ കോൺഫിഡൻസ്. ദിസ് ഈസ് അവർ ബോൾഡ്നെസ് in the sovereign power of our God. In whatever situations, God will not change his eternal purposes. നമ്മൾ കണ്ടു. സ്തോത്രം. തൻ്റെ പദ്ധതികളെ മറ്റാരുടെയും ചെറുവിരലിൻ്റെ പോലും സഹായം കൂടാതെ പൂർത്തീകരിപ്പാൻ കഴിയുന്ന ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആ ദൈവം തൻ്റെ പദ്ധതിയെ മുൻപോട്ട് കൊണ്ടുപോയ വസ്തുതകളാണ്, കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ് രണ്ടാം അധ്യായത്തിന്റെ 9 മുതൽ നമ്മൾ വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ഒരിക്കൽ കൂടെ നമുക്ക് 9-ാമത്തെ വാക്യം വായിക്കാം. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായി യേശു മരണം അനുഭവിച്ചത് കൊണ്ട് അവന് മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. സ്തോത്രം.
അവിടെയാണ് ദ പെർഫെക്റ്റ് ഗോഡ് മാൻ, സമ്പൂർണനായ ദൈവ മനുഷ്യൻ. മനുഷ്യദൈവമല്ല, സ്തോത്രം. മനുഷ്യദൈവങ്ങൾ ഒത്തിരിയുണ്ട്. അവരാരും തന്നെ പരിപൂർണരും അല്ല. സ്തോത്രം. മനുഷ്യദൈവങ്ങൾ ഒത്തിരിയുണ്ട്. മാൻ ഗോഡ്. മറ്റുള്ളവരാൽ ആക്കപ്പെട്ട മനുഷ്യദൈവങ്ങളുമുണ്ട്, സ്വയം പ്രഖ്യാപിത മനുഷ്യദൈവങ്ങളുമുണ്ട്. പക്ഷേ യേശു ഒരു മനുഷ്യദൈവമല്ല, നേരെ തിരിച്ച. എന്തേ? ഗോഡ് മാൻ, എ പെർഫെക്റ്റ് ഗോഡ് ആൻഡ് എ പെർഫെക്റ്റ് മാൻ. അതുകൊണ്ടാണ് സൈമൺ സാറിന്റെ പാട്ടിലാണെന്ന് തോന്നുന്നു ഒരു വരി ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്: ഭൂമിയിൽ നിന്നും പൂജ്യന്മാരായി തീർന്ന ധാരാളം പേരുണ്ടെങ്കിലും സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന് ആരാധ്യനായി തീർന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ. സ്തോത്രം. അതുകൊണ്ടാണ് യേശു കർത്താവ് യഹൂദന്മാരോട് സംസാരിക്കുമ്പോൾ യോഹന്നാൻ 8-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞത്, നിങ്ങളെല്ലാവരും എവിടെ നിന്നുള്ളവരാ? ഭൂമിയിൽ നിന്നുള്ളവർ. പക്ഷെ ഞാനോ സ്വർഗത്തിൽ നിന്നുള്ളവർ. യോഹന്നാൻ 6-ാം അധ്യായത്തിൽ മന്നായെ കുറിച്ച് പറയുമ്പോഴും കർത്താവ് അതേ പ്രയോഗം നടത്തി. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പം ഞാനാകുന്നു. സ്തോത്രം. ജീസസ് ഈസ് നോട്ട് ഓൺലി എ ബ്രെഡ്, but rather living bread. Living bread does not only mean that he has life in himself, but also he can give life to others. യേശു ജീവനുള്ള അപ്പം മാത്രമല്ല, ജീവന്റെ അപ്പവും കൂടെയാണ്. യേശു ജീവനുള്ള അപ്പം, തന്നിൽ തന്നെ ജീവനുള്ളവൻ മാത്രമല്ല, പിന്നെ മറ്റ് അനേകർക്ക് ജീവനെ കൊടുക്കുന്നവനും കൂടെയാണ്. ലിവിങ് ബ്രെഡ് ആസ് വെൽ ആസ് ലൈഫ് ഗിവിങ് ബ്രെഡ്. അതുകൊണ്ട് യേശു കർത്താവ് യോഹന്നാൻ 6-ൽ പറഞ്ഞത്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം അല്ലെങ്കിൽ ജീവന്റെ അപ്പം ഞാൻ ആകുന്നു. സ്തോത്രം. ഇസ്രായേൽ മക്കളൊക്കെ വളരെ അഭിമാനം കൊണ്ട് ഇങ്ങനെ കോളറൊക്കെ പിടിച്ച് നിന്ന സമയത്താ കർത്താവ് പറയുന്നത്, സ്തോത്രം, നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന കഴിച്ചു, എങ്കിലും അവരൊക്കെ മരിച്ചുപോയി. മോശയാണ് അവർക്ക് മന്ന കൊടുത്തതെന്ന് നിങ്ങൾ പറയുന്നു. മോശയല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിങ്ങളുടെ പിതാക്കന്മാർക്ക് മരുഭൂമിയിൽ മന്ന കൊടുത്തത്. സ്തോത്രം. അതെല്ലാം അതിൻ്റെ 32 മുതൽക്കുള്ള വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്. സ്തോത്രം. 30 തൊട്ട് താഴോട്ടുണ്ട്. യാ 6:35. വായിച്ചാട്ടെ. വായിച്ചാട്ടെ.
ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം എന്ന് അവൻ പറഞ്ഞതിനാൽ യഹൂദന്മാർ അവനെക്കുറിച്ച് പെറുപിറുത്തു. 32:32. യേശു അവരോട്, അമേൻ അമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത്, എന്റെ പിതാവത്രേ സ്വർഗത്തിൽ നിന്നുള്ള സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് തന്നത്. അടുത്ത വാക്യം. ദൈവത്തിന്റെ അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവനെ കൊടുക്കുന്നത് ആകുന്നു എന്ന് പറഞ്ഞു. ഉം. അവർ അവനോട്, കർത്താവേ, ഈ അപ്പം എപ്പോഴും ഞങ്ങൾക്ക് തരയണമേ എന്ന് പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എന്റെ അടുക്കൽ വരുന്നവന് വിശക്കയില്ല, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ദാഹിക്കുകയുമില്ല. എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ. പിതാവ് എനിക്ക് തരുന്നതൊക്കെയും ഇനിയും 38. ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമത്രേ ചെയ്യാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. ഉണ്ട്. ഇവിടെയെല്ലാം യേശുക്രിസ്തു ആവർത്തിച്ചു പറയുന്നത് ക്രിസ്തു എവിടെ നിന്നും ഉള്ളവൻ എന്നാണ്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പം. ഇസ്രായേൽ മക്കള് യഹൂദന്മാർ പറഞ്ഞു, എന്നാൽ ആ അപ്പം ഞങ്ങൾക്ക് തരണേന്ന്. എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ജോലിക്കൊന്നും പോകണ്ട, ആഹാരം ഉണ്ടാക്കണ്ട, ഒരു നേരം കഴിച്ചുകൊണ്ടിരുന്നാൽ മതിയല്ലോ, പിന്നെ വിശക്കത്തുമില്ലല്ലോ എന്ന് വിചാരിച്ചാ അവരങ്ങനെയൊക്കെ പറഞ്ഞത്. സ്തോത്രം. അപ്പോൾ ഏതായാലും യേശുക്രിസ്തു കർത്താവ് മാത്രമാണ് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നവൻ. വിശുദ്ധന്മാർ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിൽ പോയിട്ടുണ്ട്. ഇപ്പോഴും മരിക്കുന്ന വിശുദ്ധന്മാർ ദൈവത്തിന്റെ സന്നിധിയിലേക്കാണ് പോകുന്നതെന്നും നമുക്കറിയാം. എന്നാൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് മനുഷ്യന് ജീവനെ നൽകുന്ന, പാപപരിഹാരം നൽകുന്ന ക്രിസ്തുവല്ലാതെ, യേശുവല്ലാതെ മറ്റൊരുവനില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യമാണ് നാം ലോകത്തോട് വിളിച്ചു പറയുന്നത്. അത് തന്നെയാണ് ലോകം വെറുക്കുന്നതും പിശാച് എതിർക്കുന്നതും. സ്തോത്രം. പക്ഷേ ലോകം എതിർത്താലും പിശാച് വെറുത്താലും ഈ സത്യം നമുക്ക് വിളിച്ചു പറഞ്ഞേ പറ്റൂ. ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസം കൂടാതെ എല്ലായിടത്തും സകല മനുഷ്യരോട് നമുക്ക് പറയേണ്ട സന്ദേശമാണ് ഈ സന്ദേശം. സ്വർഗത്തിൽ നിന്ന് മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങി വന്ന യേശു അല്ലാതെ വേറെ ഒരു രക്ഷകൻ, വേറെ ഒരു കർത്താവ്, വേറെ ഒരു ദൈവം ഇല്ലേ ഇല്ല. സ്തോത്രം. അല്ല, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് 10-20 കൊല്ലം കൂടെ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ, ഇല്ല, യേശു അല്ലാതെ അങ്ങനെ ഒരുത്തനില്ല എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട്, സ്തോത്രം, അവസാന ശ്വാസം വലിക്കുന്നതാണ് നമുക്ക് ഏറെ നല്ലത്. അതുകൊണ്ട് അങ്ങനെ ഒരു അവസരം വന്നാലും കൈവിടാതെ നാം ഈ സത്യം ലോകത്തോട് വിളിച്ചു പറയുക. സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന യേശു അല്ലാതെ വേറെ ഒരുവൻ ഇല്ല. സ്തോത്രം. അപ്പോൾ യേശുവിനെ കുറിച്ചാണ് നാം കഴിഞ്ഞ ദിവസങ്ങളിലും കണ്ടുകൊണ്ടിരുന്നത്. യേശു എന്ന പേരിൻ്റെ അർത്ഥം നമ്മൾ കാണുകയും അത് വിശകലനം ചെയ്യുകയും ചെയ്തു. ക്രൈസ്തവ രക്ഷാശാസ്ത്രത്തിൻ്റെ പ്രത്യേകത എന്ത് എന്നും നമ്മൾ ഏറ്റവും ഒടുവിലായിട്ട് പഠിക്കുകയുണ്ടായി.
ക്രിസ്ത്യൻ സോറ്റീരിയോളജി, ക്രിസ്തീയ രക്ഷാശാസ്ത്രം. ക്രിസ്തീയ രക്ഷാശാസ്ത്രം എന്ന് പറഞ്ഞാൽ വേദപുസ്തക രക്ഷാശാസ്ത്രം എന്നാണ് അർത്ഥം. വേദപുസ്തകം പഠിപ്പിക്കുന്ന രക്ഷ. അതുകൊണ്ടാണ് നമ്മുടെ അടിസ്ഥാന ഉപദേശങ്ങളിൽ രക്ഷ എന്നത് ഉള്ളത്. രക്ഷ എന്നത് നമ്മുടെ അടിസ്ഥാന വേദോപദേശങ്ങളിൽ ഉള്ള ഒരു ഉപദേശമാണ്. സ്തോത്രം. നമ്മുടെ സഭകളിൽ, നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒക്കെ അതേക്കുറിച്ച് വ്യക്തമായ ബോധ്യം നാം നൽകണം, നാം പഠിപ്പിക്കണം. നമ്മുടെ സഭകളിൽ അതിനെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും വേണം. എന്താണ് വേദപുസ്തകം പരിചയപ്പെടുത്തുന്ന രക്ഷ? അത് ലോക മതങ്ങളിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? എന്താണ് ക്രൈസ്തവികതയുടെ നിസ്തുലത എന്നൊക്കെ ഈ വിഷയങ്ങളിലൂടെ നമുക്ക് നമ്മുടെ തലമുറകളെ പഠിപ്പിക്കുവാൻ കഴിയും. മറ്റുള്ളവരെ ഇതിലേക്ക് നേടിയില്ലെങ്കിൽ പോലും വിശ്വസിക്കുന്നവരെ എന്തുകൊണ്ട് വിശ്വസിക്കുന്നു, എന്തുകൊണ്ട് നമ്മുടെ വിശ്വാസം ശ്രേഷ്ഠമായിരിക്കുന്നു എന്ന് പറഞ്ഞ് പഠിപ്പിക്കുവാൻ നമുക്ക് സാധ്യമാകും. സോറി. സ്തോത്രം. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും ചോദ്യങ്ങളോ മറ്റോ ഉണ്ടോ? സ്തോത്രം. ഒന്നും ഇല്ല എന്ന് കരുതുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തെപ്പറ്റി ഈ പഠനത്തിൽ തന്നെ പല ആവർത്തി വായിച്ച ചില വാക്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് അപ്പോസ്തല പ്രവൃത്തികൾ 2:23 വാക്യം, ആക്ട്സ് 2:23. അവിടെ നമ്മൾ നേരത്തെ വായിച്ചതും പഠിച്ചതുമാണ്. പത്രോസ് അപ്പോസ്തലൻ യഹൂദ സഭയോട് പ്രസംഗിക്കുക. യഹൂദ സഭ, ക്രിസ്തീയ സഭയല്ല, യഹൂദന്മാരുടെ ഒരു സംഘത്തോട് പ്രസംഗിക്കുമ്പോൾ പത്രോസ്ലീഹ പറഞ്ഞ കാര്യമുണ്ട്. കർത്താവായ യേശുവിനെ, സ്തോത്രം, എങ്ങനെയാണ് മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിച്ചതെന്ന് പത്രോസ് ഇവിടെ പറയുന്നു. ദിസ് മാൻ ജീസസ് ഡെലിവേർഡ് അപ്പ് ബൈ predestined plan and foreknowledge of God. സ്തോത്രം. ദൈവത്തിൻ്റെ മുൻനിർണയത്താലും സ്ഥിരനിർണയത്താലും മുന്നറിവിനാൽ. സ്തോത്രം. അത് നമ്മൾ നേരത്തെ വായിച്ച് പഠിച്ചിട്ടുള്ളത് കൊണ്ട് അവിടേക്ക് പോകുന്നില്ല. അതുപോലെ തന്നെ 3:18 കൂടെ വായിച്ചോളൂ. 3:18. ദൈവമോ തന്റെ ക്രിസ്തു കഷ്ടം അനുഭവിക്കും എന്ന് സകല പ്രവാചകന്മാരും മുഖാന്തരം മുന്നറിയിച്ചത് ഇങ്ങനെ നിവർത്തിച്ചു. സ്തോത്രം. തന്റെ സകല പ്രവാചകന്മാരും മുഖാന്തരം മുന്നറിയിച്ചത് ആരെപ്പറ്റി? തന്റെ ക്രിസ്തുവിനെ കുറിച്ച്. യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ച് പ്രവചിച്ചതായി നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയുന്ന ആദ്യത്തെ പ്രവചനം ഉൽപ്പത്തി 3:15 തന്നെയാണ്. സർപ്പത്തോട് പറയുന്നത്, നീ അവന്റെ കുതികാൽ തകർക്കും, സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും.
ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ചുള്ള ഒരു സൂചനയാണ്. അവിടുന്ന് ഇങ്ങോട്ട് സ്തോത്രം യേശുക്രിസ്തുവിന്റെ ജനനാനന്തരം ശിമോൻ എന്ന വന്ധ്യ വയോധികൻ വരെയുള്ള പ്രവാചകന്മാർ യേശുക്രിസ്തുവിന് വരേണ്ടിയിരുന്ന കഷ്ടതകളെ കുറിച്ച് പ്രവചിച്ചു. യെശയ്യാ പ്രവാചകന്റെ പ്രവചന പുസ്തകം എഴുതിക്കൊണ്ടിരുന്ന ഒരു സ്ക്രൈബ്, ഒരു ശാസ്ത്രിയായിരുന്നു ഈ ശിമയോൻ എന്നൊരു ആശയം, ഒരു ചിന്താഗതി ഉണ്ട്. ചരിത്രമോ വേദപുസ്തക ഉപദേശമോ ഒന്നും അല്ലത്. അങ്ങനെ ഒരു പറച്ചിൽ ക്രൈസ്തവ മണ്ഡലത്തിലുണ്ട്. യെശയ്യാ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയായിരുന്നു, ഇദ്ദേഹം പകർത്തി എഴുതുകയും അങ്ങനെയാണ് വരുമ്പോൾ കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും എന്ന് യെശയ്യാവ് പ്രവചിച്ചത്. ഇദ്ദേഹത്തിന് എഴുതാൻ കഴിഞ്ഞില്ലത്രേ. വേദപുസ്തകത്തിൽ അതിന് തെളിവുകളൊന്നുമില്ല കേട്ടോ, ഇത് ഉപദേശമൊന്നുമല്ല. എന്നാൽ പൊതുവെ കരുതപ്പെടുന്ന ഒരു കാര്യമെന്ന് മാത്രം. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ അദ്ദേഹം വീണ്ടും വീണ്ടും സംശയം പ്രകടിപ്പിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞെന്നാണ് വിശ്വാസം, എന്നാൽ നീ അത് കണ്ടിട്ടേ മരിക്കൂ എന്ന്. അങ്ങനെ അദ്ദേഹം ഏതാണ്ട് 700 വയസ്സിലധികം പ്രായമുള്ളവനായി ദേവാലയത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്തുവാകട്ടെ, ഏതായാലും ശിമയോൻ എന്ന ഒരു വയോധികൻ യേശു എന്ന ശിശുവിനെ കൈകളിൽ ഏന്തിയിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഈ ശിശുവായ യേശുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ഓ എന്ത് ശ്രേഷ്ഠകരമാ. എന്താ പറഞ്ഞത് ആ വയോധികൻ? എന്താ പറഞ്ഞത് ഈ ശിശുവിനോട്? ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഒരു നവജാത ശിശു ആ കുഞ്ഞിനെ കൈകളിൽ ഏന്തിയിട്ട് ആ വയോധികൻ ആ കുഞ്ഞിനെ വിളിക്കുന്ന വിളി കേട്ടോ, സംബോധന രീതി. ഇപ്പോൾ നാഥ, നാഥ. നാഥ. ഓ സ്തോത്രം. മറിയയ്ക്കും യോസേഫിനും പോലും അത്ഭുതം തോന്നിക്കാണും. അവിടെ കൂടി നിന്ന പുരോഹിത വർഗത്തിന് അത്ഭുതം തോന്നിയിട്ടുണ്ടാകാം. ഈ ശിശുവിനെ, ദൈവത്തിന്റെ ക്രിസ്തുവിനെ കാണുമെന്നുള്ള വചനം വെച്ച് കാത്തിരുന്ന ഈ വന്ധ്യ വയോധികൻ ഈ ശിശുവിനെ വിളിക്കുന്നു നാഥ. അനുവാദം ചോദിക്കുക, ഇനിയും ഞാൻ സമാധാനത്തോടെ പൊക്കോട്ടെ എന്ന്. എന്നിട്ടാണ് മറിയോട് പ്രവാചക ശബ്ദത്തിൽ പറഞ്ഞത്, നിന്റെ ഹൃദയത്തിലും നിന്റെ സ്വന്തം പ്രാണനിൽ കൂടിയും ഒരു വാൾ കടക്കും എന്ന് പറഞ്ഞു. സ്തോത്രം. ക്രിസ്തുവിന് വരുവാനിരിക്കുന്ന കഷ്ടാനുഭവങ്ങളെ കുറിച്ച് മറിയോട് ചെയ്ത പ്രവചനമാണ്. അങ്ങനെ സ്തോത്രം, സകല പ്രവാചകന്മാർ നിമിത്തവും അല്ലെങ്കിൽ അവരിലൂടെ ഒക്കെ യേശുക്രിസ്തുവിന്റെ കഷ്ടതകളെ കുറിച്ച് ദൈവം പ്രവചിച്ചു. ഇനിയും 4 അപ്പോസ്തല പ്രവൃത്തികൾ 4:27 4:27 ആക്ട്സ്. നീ അഭിഷേകം ചെയ്ത
യേശു എന്ന നിന്റെ പരിശുദ്ധദാസന് വിരോധമായി ഹെരോദാവും പൊന്തിയോസ് പീലാത്തോസും ജാതികളും ഇസ്രായേൽ ജനവുമായി ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി. അടുത്ത വാക്യം കൂടെ. സംഭവിക്കണം എന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻ നിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു സത്യം. സ്തോത്രം. സംഭവിക്കണമെന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻ നിയമിച്ചതൊക്കെയും സംഭവിച്ചിരിക്കുന്നു സത്യം. സ്തോത്രം. അപ്പോൾ ഈ കർത്താവായ യേശുവിൻ്റെ ഭൂമിയിലെ ജനനം, ജീവിതം, ശുശ്രൂഷ, ക്രൂശുമരണം, ഉയർത്തെഴുന്നേൽപ്പ് ഇവയെല്ലാം ദൈവത്തിൻ്റെ അനാദി നിർണയത്തിൻ്റെ ഭാഗമായിരുന്നു എന്നാണ് നാം ഈ ഭാഗങ്ങളിൽ നിന്നും മനസ്സിലാക്കിയത്. അല്പകാര്യങ്ങൾ ആവർത്തനമായിരുന്നുവെങ്കിലും നമുക്ക് അവിടെ നിന്നും മുൻപോട്ട് പോകാം. സ്തോത്രം. അതുകൊണ്ട് തന്നെയാണ് വെളിപ്പാട് പുസ്തകം 13:8 നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. യേശുക്രിസ്തുവിനെ യോഹന്നാൻ അവിടെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രയോഗം. 13:8 റെവലേഷൻ. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേർ എഴുതിയിട്ടില്ലാത്ത മതി. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട ദൈവകുഞ്ഞാടായ ക്രിസ്തു. ദൈവത്തിൻ്റെ പദ്ധതിയിൽ ലോകസ്ഥാപനം മുതലേ യേശു, സ്തോത്രം, യാഗമായി തീർന്നുകൊണ്ടിരുന്നു. അതിൻ്റെ അക്ഷരീക നിവൃത്തി നമ്മൾ ചരിത്രത്തിൽ കാണുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാട്. പ്രൈസ് ഗോഡ്. ക്രിസ്തുവിൻ്റെ ക്രൂശുമരണ സംബന്ധമായ സംഗതികളാണ് നാം കണ്ടത്. സ്തോത്രം. അങ്ങനെ യേശു ക്രിസ്തു മരിച്ചു. മരണം ആസ്വദിച്ച കാര്യവും മരണം അനുഭവിച്ച കാര്യവും നമ്മൾ ഇതിനോടകം പഠിച്ചു കഴിഞ്ഞതുകൊണ്ട് ആ ഭാഗങ്ങൾ ആവർത്തിക്കുന്നില്ല. തനാറ്റോസ് എന്ന് പറയുന്ന ഒരു മൂലപദമാണ് മരണം എന്നുള്ളതിന് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മളത് പഠിച്ചിട്ടുണ്ട്. തനാറ്റോസ്, THANATOS, തനാറ്റോസ്. തനാറ്റോസിന്റെ അർത്ഥം നമുക്കറിയാം. ഏറ്റവും ലളിതാർത്ഥത്തിൽ സെപ്പറേഷൻ, വേർപാട്. സ്തോത്രം. വേർപാട്. അത് പാപവുമായി ബന്ധപ്പെട്ടാണ് ഈ തനാറ്റോസ് അഥവാ മരണം എന്ന വിഷയത്തെ വേദപുസ്തകം പരിചയപ്പെടുത്തുന്നത്. ആ ഭാഗങ്ങളിലേക്കും കൂടുതൽ ഞാൻ പോകുന്നില്ല. നമ്മൾ ഈ പദം എബ്രായ ലേഖനത്തിൽ കാണുന്ന ചില ഭാഗങ്ങൾ നമ്മളിപ്പോൾ വായിച്ച 2:9, ഹീബ്രൂസ് 2:9, തനാറ്റോസ് അഥവാ മരണം എന്ന് എബ്രായ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഭാഗങ്ങൾ വായിക്കേണ്ട, പറഞ്ഞു വിടുന്നതേ ഉള്ളൂ. കുറിക്കുന്നവർക്ക് പഠനാർത്ഥം അത് പ്രയോജനകരമായിരിക്കും. 2:9 എല്ലാം എബ്രായ ലേഖനമാണ്. അതുകൊണ്ട് പുസ്തകത്തിൻ്റെ പേര് ആവർത്തിക്കുന്നില്ല. 2:9 വാക്യം, 2:14 വാക്യം 2:14, 15 വാക്യം 15, 5:7, 5:7 വാക്യം, 7:23 വാക്യം 7:23, 9:15, 9:15, 9:15, 16, 9:16, എബ്രായർ 11:5, 11:5. അങ്ങനെ ക്രിസ്തു നമുക്ക് വേണ്ടി മരണം ആസ്വദിച്ചു,
അനുഭവിച്ചു. പൂർണ്ണയളവിൽ എന്താണ് മരണമെന്ന് ഒരു പാപിക്ക് പകരക്കാരനായി യേശു അനുഭവിച്ചു എന്നതാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ വിശദീകരണവും നമ്മൾ നേരത്തെ നോക്കിയിരുന്നല്ലോ, ആവർത്തിക്കുന്നില്ല. അതുകൊണ്ട് നാം ഇപ്പോൾ യേശുവിനെ എങ്ങനെ കാണുന്നു? മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി. മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി കാണുന്നു. ഇംഗ്ലീഷിൽ ആ വാക്യം ഒന്ന് വായിച്ചട്ടെ, 9ാമത്തെ വാക്യം. But we see Jesus, who was made a little lower than the angels, for the suffering of death, crowned with glory and honor, that he by the grace of God should taste death for every man. Praise God. മലയാളത്തിൽ അണിഞ്ഞവനായി എന്ന് കാണുന്നത് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ക്രൗൺഡ് വിത്ത് എന്നാണ്. അണിഞ്ഞവനായി എന്നതിൻ്റെ അർത്ഥം കിരീടം പോലെ ധരിച്ചിരിക്കുന്നു എന്നാണ്. ക്രൗൺഡ് വിത്ത്. അവിടെ ക്രൗൺഡ്, അണിഞ്ഞവനായി എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന മൂലപദം സ്റ്റിഫനോസ് എന്നാണ്. സ്റ്റിഫനോസ്. നമ്മളെ വെളിപ്പാട് പുസ്തകത്തിൽ ന്യായവിധിയെക്കുറിച്ച് പഠിച്ചപ്പോൾ, പ്രതിഫല വിഭജനങ്ങളെക്കുറിച്ച് പഠിച്ചപ്പോൾ ഈ പദങ്ങൾ അപഗ്രഹിച്ചതാണ്. സ്തോത്രം. സ്റ്റിഫനോസ്, സ്റ്റിഫനോസ്. സ്റ്റിഫനോസ് അതിൻ്റെ അർത്ഥം literally meant to adorn one with an honorary wreath which served as a crown of the victor. ഏതെങ്കിലും മത്സരത്തിൽ ജയാളികളായവരെ തലയിൽ ഒരു കിരീടം പോലെ, അന്നൊക്കെയാണെങ്കിൽ പുഷ്പങ്ങൾ കൊണ്ടോ ഇല്ലെങ്കിൽ ചില പ്രത്യേകതരം ഇലകൾ കൊണ്ടോ ഉണ്ടാക്കുന്ന കിരീട രൂപത്തിൽ തലയിൽ വയ്ക്കാൻ കഴിയുന്ന ചക്രങ്ങൾ, പുഷ്പചക്രങ്ങൾ, അല്ലെങ്കിൽ ഇലകളുടെ ചക്രങ്ങൾ എന്നൊക്കെ അതിനെ വിളിക്കാൻ പറ്റും. റീത്ത്. നമുക്ക് പെട്ടെന്ന് റീത്ത് എന്ന് കേട്ടാൽ ഓർമ്മ വരുന്നത് അറിയാമല്ലോ. അതും ഇത് തന്നെയാ സംഭവം. പിന്നെ നമ്മുടെ ഇടയിൽ ആ റീത്ത് എന്ന് പറഞ്ഞത് മരിച്ചവരുടെ മേൽ, ശവത്തിൻ്റെ മേൽ വെക്കുന്ന പുഷ്പചക്രം ആയിട്ടങ്ങ് മാറിയെന്ന് മാത്രമേ ഉള്ളൂ. ആ റീത്തും ഈ മരിച്ചവരുടെ മേലൊക്കെ കൊണ്ടുവയ്ക്കുന്ന ഈ റീത്തും പൂക്കൾ കൊണ്ടും ഇലകൾ കൊണ്ടുമാണല്ലോ ഉണ്ടാക്കുന്നത്. വെറും ഇലകൾ മാത്രം കൊണ്ടുണ്ടാക്കുന്നതുണ്ട്, അത് വില കുറവാണ്. പൂ വെച്ചുള്ളതുണ്ട്, വില കൂടുതലാണ്. രണ്ടായാലും വാടിപ്പോകും. ഇലയാണെങ്കിൽ എളുപ്പം വാടും. പിന്നെ എവർഗ്രീൻ, ഒരിക്കലും വാടാത്ത ചില ചെടികളും ഇലകളും ഉള്ളതൊക്കെ നമുക്കറിയാം. ഏതായാലും ആകട്ടെ, അങ്ങനെയുള്ള പുഷ്പങ്ങൾ കൊണ്ടോ ലതകൾ കൊണ്ടോ ഇലകൾ കൊണ്ടോ ഉണ്ടാക്കി തലയിൽ മെടഞ്ഞു വെക്കുന്ന ഒരു കിരീട രൂപത്തിലെ സാധനത്തിനാണ് ഈ അണിഞ്ഞു എന്ന് പറയുന്ന സ്റ്റിഫനോസ് അല്ലെങ്കിൽ സ്റ്റിഫനു എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അത് ജയാളികൾക്ക് കൊടുക്കുന്നതാണ്. 2 തരം കിരീടങ്ങളെ കുറിച്ച് വേദപുസ്തകം പ്രതിഫല രൂപത്തിൽ പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന്. ഒന്ന് സ്റ്റിഫനോസ്, മറ്റൊന്ന് ഡയാഡീം. ഈ ഡയാഡീം എന്ന് പറയുന്നത്
രാജമുടികളാണ്, രാജാവിൻ്റെ കിരീടമാണ്. എന്നാൽ സ്റ്റിഫനോസ് എന്നുള്ളത് വിക്ടേഴ്സ് ക്രൗൺ, ജയിക്കുന്നവരുടെ കിരീടം. യേശുവിനെ നാം ഈ വാക്യത്തിൽ കാണുന്നത് യേശുവിനെ നാം ഈ എബ്രായർ 2:9 വാക്യത്തിൽ കാണുന്നത് രാജകിരീടം ധരിച്ചവനായിട്ടാണോ, ജയാളിയുടെ കിരീടം അണിഞ്ഞവനായിട്ടാണോ? ജയാളിയുടെ. നമുക്കും വാഗ്ദത്തം ചെയ്യപ്പെട്ടിട്ടുള്ള കിരീടമാണിത്. അത് ജയാളികൾക്കുള്ള അംഗീകാരം, പ്രതിഫലം, സമ്മാനം എന്നൊക്കെ നമുക്ക് വിളിക്കാം. അത് തലയിൽ വയ്ക്കുന്ന അല്ലെ കഴുത്തിൽ തൂക്കിയിടുന്ന ഒരു പ്രത്യേക സാധനം എന്ന നിലയിലൊന്നും നാം കരുതണ്ട. ഇവിടെ യേശുക്രിസ്തുവിനെ നാം കാണുന്നത് മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായിട്ടാണ്. ഇപ്പൊ മഹത്വമെന്നും പറഞ്ഞ് ഒരു വട്ടത്തിലെ സാധനം തലയിലൊന്നും വെച്ചോണ്ട് യേശു ഇരിക്കുന്നില്ല. ബഹുമാനമെന്നും പറഞ്ഞൊരു സാധനവും തലയിൽ കിരീടമായിട്ട് അണിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ഇവിടുത്തെ ക്രിസ്തുവിനെ നമ്മൾ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി കാണുന്നു എന്ന് പറയുമ്പോൾ അത് യേശുക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണ ആളത്വത്തിലും യേശുക്രിസ്തുവിൻ്റെ പദവിയിലുമുള്ള ഒരു വിശേഷപ്പെട്ട അവസ്ഥയാണെന്ന് മനസ്സിലാക്കാം. അക്ഷരികമായി ബഹുമാനമെന്നും തേജസ്സെന്നും പറഞ്ഞ് എന്തെങ്കിലും സാധനം തലയിൽ ചുറ്റിക്കെട്ടി വെച്ചിട്ടുള്ളതല്ല ഇത് എന്നാണ് പറഞ്ഞത്. സ്തോത്രം. എന്നാൽ യെസ്, അതോറിറ്റി ആൻഡ് പവർ ഗിവൻ ടു ദ ലോർഡ് ജീസസ്. യേശു കർത്താവ് നമ്മൾ ഗ്രേറ്റ് കമ്മീഷൻ, മഹാനിയോഗം എന്ന് പറയുന്ന മത്തായി 28:18 മുതൽക്കുള്ള വാക്യങ്ങളിൽ ശിഷ്യന്മാരോട് യേശു പറഞ്ഞു കാണുന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഈ അധികാരവും ഈ മഹത്വവും മത്തായി 28:18 പറയുന്ന അധികാരവും ശക്തിയും, സ്വർഗത്തിലും ഭൂമിയിലും ഉള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന അധികാരം ഏതധികാരമല്ല? യേശു ദൈവപുത്രൻ, യേശു ദൈവമെന്ന നിലയിൽ ഇൻഹെറന്റ് ആയിട്ടുള്ള അധികാരത്തെ കുറിച്ചല്ല പറയുന്നത്. സ്തോത്രം. ജീസസ് ആസ് ഗോഡ് ഹിംസെൽഫ്, he inherently hold all authority and power in the heaven, on earth and the world beneath. യേശു ദൈവം എന്ന നിലയിൽ മൂലകിലും പൂർണ്ണ അധികാരമുള്ളവനാണ്. ആ അധികാരം യേശുവിൻ്റെതാരും അപഹരിച്ചിട്ടില്ല. ആ അധികാരം യേശു ഉപേക്ഷിച്ചിട്ടുമില്ല. എന്നാൽ ഭൂമിയിലെ ജീവകാലത്ത് യേശു അത് പൂർണ്ണ അളവിൽ, ബാക്കി പറയാമോ? വെളിപ്പെടുത്തിയില്ല, അല്ലെങ്കിൽ ഉപയോഗിച്ചില്ല. He did not manifest or he did not use of
that authority and power he was inherently holy, inherently having from eternity past to eternity future. Jesus diminished himself. എന്നാൽ ഇപ്പോൾ നമ്മൾ പറയുന്ന ഈ അധികാരം, സോറി, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇറ്റ്സ് എ ഗിവൺ അതോറിറ്റി. That is because of his humility and crucifixion, resurrection. അത് യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിലെ കാര്യമാണ്. മനുഷ്യപുത്രൻ എന്ന നിലയിൽ പിതാവായ ദൈവത്തിന്റെ ഇഷ്ടമെല്ലാം നിവർത്തിച്ചതുകൊണ്ട്, ദൈവത്തിന്റെ അനാദി നിർണയം അതേപടി യേശു പൂർത്തീകരിച്ചതുകൊണ്ട്, ദൈവം അവനെ അണിയിച്ച, ദൈവം യേശുക്രിസ്തുവിന് നൽകിയ തേജസ്സിനെ കുറിച്ച്, മഹത്വത്തെക്കുറിച്ച്, അധികാരത്തെക്കുറിച്ച്, ശക്തിയെക്കുറിച്ച് ഒക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഈ വിശദീകരണങ്ങൾ നമ്മൾ ഇതിനു മുൻപ് ഒരു ക്ലാസ്സിൽ പഠിച്ചിരുന്നത് കൊണ്ട് ഇതിൽ കൂടുതൽ ആവശ്യമില്ലെന്നാണ് ഞാൻ കരുതുന്നത്. എങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ സ്വാഗതം ചെയ്യുന്നു. ഒന്നുമില്ല. എബ്രായർ 2:9 വാക്യം ഒന്നും കൂടെ വായിച്ചാട്ടെ. എങ്കിലും ദൈവകൃപയിൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചത് കൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. നമ്മൾ പഠിച്ച കാര്യമാണ് മരണം അനുഭവിച്ചതു കൊണ്ട്. ദൂതന്മാരിലും താഴ്ച വന്നവനായി തീർന്നതുകൊണ്ട്, സകല മനുഷ്യർക്കും വേണ്ടി, നമുക്ക് എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിച്ചതുകൊണ്ട്. സ്തോത്രം. അപ്പോൾ മരണം അനുഭവിച്ചതുകൊണ്ട്, മരണം ആസ്വദിച്ചതുകൊണ്ട്, ദൂതന്മാരെക്കാൾ താഴ്ന്നവനായി തീർന്നതുകൊണ്ട്, അതുകൊണ്ട് നാം എന്ത് കാണുന്നു? ഇതേ യേശുവിനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി കാണുന്നു. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇത് യേശുക്രിസ്തു ദൈവമെന്ന നിലയിൽ അനാദികാലം മുതൽ അനുഭവിച്ചിരുന്ന ദൈവീക അധികാരത്തെക്കുറിച്ചല്ല, യേശുക്രിസ്തുവിൻ്റെ ജഡധാരണത്താൽ, ദൈവ ഇഷ്ടത്തിൻ്റെ പൂർത്തീകരണത്താൽ ദൈവം ക്രിസ്തുവിന് നൽകിയ ഒന്നായി നമുക്കിവിടെ ഈ ഭാഗത്തെ കാണുവാൻ സാധിക്കുന്നു. സ്തോത്രം. ഇത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്താലും ഉയർത്തെഴുന്നേൽപ്പിനാലും ക്രിസ്തുവിന് ലഭിച്ചതാണ്. നമുക്കും ഇതേപോലെ ദൈവത്തിൻ്റെ ഇഷ്ടത്തെ നിവർത്തിച്ചാൽ, ക്രിസ്താനുരൂപരായി നമ്മൾ മാറിയാൽ, യേശുക്രിസ്തുവിന് ലഭിച്ചത് നമുക്കും ലഭിക്കാം. സ്തോത്രം. എന്ത്? സ്റ്റിഫനോസ്, ജയാളികൾക്കുള്ള
കിരീടം. കിരീടം. ജയാളികൾക്കുള്ള പ്രതിഫലം. സ്തോത്രം. നമ്മളെ വെളിപ്പാട് പുസ്തകത്തിൽ 2-3 അധ്യായങ്ങളിൽ നിന്ന് സഭകളോടുള്ള ദൂതിൽ കണ്ട കാര്യമാണ്. ക്രിസ്തു ആവർത്തിച്ച് പല സഭകളോടും പറഞ്ഞു, ജയിക്കുന്നവന് ഞാൻ ഇന്നത്, അതിൻ്റെ ലിസ്റ്റൊക്കെ നമ്മൾ ഉണ്ടാക്കിയായിരുന്നു, നൽകും. എന്നിട്ട് ചിലടത്ത് പറയുന്നുണ്ട്, ഞാനും ജയിച്ച് പിതാവിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ. ആ, സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തു തൻ്റെ മനുഷ്യത്വത്തിൽ, ഭൗമ ജീവിതത്തിലും ശുശ്രൂഷയിലും പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടമെല്ലാം നിവർത്തിച്ച് ജയാളിയായി, ജയാളികൾക്കുള്ള സമ്മാനം, വിരുദ് പ്രാപിച്ചതുപോലെ നമുക്കും ക്രിസ്തുവേശുവിൽ അതേ സാധ്യതയുണ്ട്, അതേ സാധ്യത. സ്തോത്രം. എന്നാൽ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും ക്രൂശിന്മേൽ മരിക്കുകയും ഒക്കെ ചെയ്തതുപോലെയുള്ള പ്രായശ്ചിത്ത പ്രവർത്തികൾ, വീണ്ടെടുപ്പിന്റെ പ്രക്രിയകളൊന്നും ഒരു മനുഷ്യനും നടത്തിയിട്ടില്ല, നടത്തുവാൻ കഴിയുകയുമില്ല എന്നതിനാൽ യേശുക്രിസ്തുവിന് ലഭിച്ച അതേ കിരീടം അല്ലെങ്കിൽ അതേ മഹത്വം നമുക്ക് അവകാശപ്പെടാൻ കഴിയില്ല. എന്നാൽ റോമാലേഖനം 8-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ വായിച്ചിട്ടുള്ളതുപോലെ 16-17 വാക്യങ്ങളിൽ യേശുക്രിസ്തു കഷ്ടം അനുഭവിച്ചതുപോലെ നാമും അവനോട് കൂടെ കഷ്ടം അനുഭവിച്ചാൽ യേശുക്രിസ്തുവിനോട് കൂടെ തേജസ്കരിക്കപ്പെടും. ഞാൻ പറഞ്ഞ വ്യത്യാസം മനസ്സിലായി കാണുമല്ലോ. ക്രിസ്തു സ്വർഗം വെടിഞ്ഞ് ഭൂമിയിൽ വന്നതുപോലെ നമ്മൾക്ക് പറ്റില്ല. പാപരഹിതനായ ക്രിസ്തു സകല മാനവജാതിയുടെയും പാപം തൻ്റെ മേൽ ഏറ്റതുപോലെ പ്രായശ്ചിത്ത മരണം വരിക്കുവാൻ നമുക്ക് കഴിയില്ല. യേശുക്രിസ്തു തൻ്റെ രക്തത്താൽ പാപപരിഹാരം വരുത്തിയതുപോലെ ഒരു പാപപരിഹാരം വരുത്തുവാനും നമ്മെ ആരെയും കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ട് ഈ വിഷയങ്ങൾ നിമിത്തം ക്രിസ്തുവിനുണ്ടായ മഹത്വവും ബഹുമാനവും നമുക്കാർക്കും അവകാശപ്പെട്ടതല്ല. എന്നാൽ യേശുക്രിസ്തുവിന് ലഭിച്ച മഹത്വത്തിന്റെ പങ്കാളിത്തം നമുക്ക് ലഭിക്കും. ഏത് വിഷയത്തിലാ പൗലോസ് റോമർ 8 പറയുന്നത്? കഷ്ടാനുഭവം. സഹിച്ചാൽ. 2 തിമോഥെയോസ് 2-ാം അധ്യായത്തിലും 9 മുതൽക്കുള്ള വാക്യങ്ങളിൽ പൗലോസ് പറയുന്നുണ്ട്, നാം സഹിച്ചാൽ കൂടെ വാഴും. അപ്പോൾ നമുക്കും യേശുക്രിസ്തുവിലൂടെയുള്ള സാധ്യതയാണ് ഈ പറഞ്ഞത്. ക്രിസ്തു ജയാളിയായിരിക്കുന്നത് പോലെ നമുക്കും ജയാളികളാകുവാൻ, തേജസ്സും ബഹുമാനവും പ്രതിഫലങ്ങളും അണിയുവാൻ, നിത്യത മുഴുവൻ ജയാളികൾ, വിക്ടേഴ്സായി, ഓവർകമേഴ്സായി ജീവിപ്പാൻ നമുക്ക് ഭാഗ്യമുണ്ട്. ആകയാൽ നമുക്ക് ഈ ലോക ജീവിതം പരാജയത്തിൻ്റെ ജീവിതമാകാതെ ജയത്തിൽ നിന്ന് ജയത്തിലേക്ക്, വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക്, തേജസ്സിൽ നിന്ന് തേജസ്സിലേക്കുള്ള ഒരു ജീവിതമായി നമുക്ക് സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.